നടക്കാനും വെച്ചാടായി. കുഞ്ഞാപ്പോ ഇച്ചെന്താ ഇവിടെ ഇരിക്കണ്? ഞാൻ എന്നെ കാത്തിക്കാണ്. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എവിടെ കഥ ചോദിക്കണ്? ഞാൻ ഹോട്ടലിലേക്ക് പോയിന്ന്. അവിടെ ഇന്ന് രാവിലെ കുഞ്ഞാക്ക വന്ന് വിളിച്ച് ഓരോ ഹോട്ടലിൽ നിക്കണ ആളിന്ന് ഇല്ലായിരുന്നു. എന്നിട്ട് അപ്പൊ ഇമ്മാനോട് പറഞ്ഞ് കുഞ്ഞാപ്പൂനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഉമ്മാനെ കൊണ്ടുപോകണൊക്കെ വന്ന് നിങ്ങൾ ഓനെ ഇങ്ങോട്ട് തന്നെ കൊടുന്നാക്കണം പണി കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ മോനെ രാവിലെ പോയതാണ്. എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി പറയും? എന്തൊക്കെ ഉണ്ടായി? ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെ കൊറേ അപ്പങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാള് വന്നപ്പോ ചായ കൊടുക്കാൻ പറഞ്ഞു. ഒരു ചായ വീത്തി തന്നിരുന്നു. അപ്പൊ ചായ വീത്തിട്ട് ഞാന് കൊണ്ടുപോയി. അപ്പൊ എന്നോട് ഓരോ ചോദിച്ചു മധുരം ഉണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കുടിച്ചു നോക്കിട്ട് പറഞ്ഞു മധുരം ഉണ്ട്. ഒരു മധുരം ഉണ്ടാക്കി അറിയില്ലല്ലോ. കുടിച്ചു നോക്കി. എന്നോട് പറയാന് അതിനിന്റെ അയാള് കുറച്ച് ചീത്ത പറഞ്ഞിട്ട് ഇങ്ങനത്തെവരൊക്കെയാണ് ഹോട്ടലിൽ നിർത്തുന്നിട്ട് കുഞ്ഞാക്ക ഇന്നെ വിളിച്ചു വെച്ചിട്ട് പറഞ്ഞു എടാ കുഞ്ഞാപ്പോ മധുരം ഉണ്ടാ നോക്കാറില്ല. അങ്ങനെയല്ല നോക്കുക, പക്ഷെ മധുരൊക്കെ ഇട്ടിട്ടാ നോക്കുക. അത് പിന്നെ കഴിഞ്ഞിട്ടാ അവര് പറഞ്ഞു അത് ഓന് പറയായിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അയാള് പറഞ്ഞു അവനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്താ പെസപെസക്ക് ഉണ്ട്. അപ്പൊ ഞാനൊന്നും മിണ്ടിയില്ല. പെസപെസക്ക് അങ്ങനെ കഴിഞ്ഞപ്പോ വേറൊരാള് വന്നു ചായ ചൂടുള്ളത് വേണമെന്ന്. അപ്പോൾ ഞാൻ ഈ ചൂടുള്ളത് വേണമെന്ന് വെച്ചോക്കുമ്പോ ഞാനൊന്ന് കജ്ജിട്ടിളക്കി ചൂടുണ്ടാ അറിയാൻ വേണ്ടിട്ട്. അതിനുണ്ടോ അയാള് ചീത്ത പറഞ്ഞു. ചായ ഞാൻ നേരത്തെ കുടിച്ചു വെക്കുമ്പോഴല്ലേ മധുരമില്ലാത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ, ഒന്ന് കജ്ജിട്ടിട്ട് ചൂടുണ്ടാ നോക്കിട്ടല്ലേ ഉള്ളൂ. അതിന് കുഞ്ഞാക്കാക്ക് ദേഷ്യം പിടിച്ചിക്കണ്. കുഞ്ഞാക്ക പറയും പണ്ടാരത്തിന് കിടന്നത് ഞാൻ കുടുങ്ങിന്ന്. അങ്ങനെ ആ ചായ ഒരു തൂത്ത് കളഞ്ഞി ഇജ്ജ് കുടിക്കണ്ട. അങ്ങനെ കുഞ്ഞാക്കാറ് എനിക്ക് നഷ്ടാണ്. ഈ പണിയൊക്കെ മര്യാദ ചെയ്തുകൊണ്ടിട്ട് അവിടുത്തെ പണി അടിച്ചുവരലും പാത്രം വരലൊക്കെ പിന്നെ അറിയുന്ന കാര്യം കുഴപ്പമില്ല. അടിച്ചുവരലൊക്കെ എനിക്കാണെങ്കിൽ പഴിച്ചിട്ട് നിക്കാൻ വയ്ക്കല്ല. ഒരു അവിടെ വന്നിട്ട് ബീഫും ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കൽ ബീഫും ബിരിയാണി കൊടുത്തപ്പോൾ ഞാൻ വേഗം ഒരാൾക്ക് കൊടുത്തപ്പോ അയാളോട് പറഞ്ഞു ഇക്കും കുറച്ച് വേണം ഞാൻ കഴിച്ചിട്ട് വാങ്ങിച്ചിട്ട് വേറെ ആൾ കൊടുത്തത്. കുറച്ചോള് കഴിയാനായിക്കണേ. ഞാനിതിപ്പൊ തിന്നാച്ചിങ്ങനെ കാത്തുക്കല്ലേ. അതിനുണ്ട് ഞാൻ കുഞ്ഞാക്ക ഇന്നെ അവിടെ ചീത്ത പിന്നെയും ചീത്തായിരുന്നു. അത് അയാളൊക്കെ പാടി ഇന്നെ അടിക്കാൻ വന്നിട്ട് ഞാൻ വിട്ടുകൊടുക്കോ. ഞാനവിടുത്തെ ഇഡ്ഡലിയൊക്കെ എടുത്ത് കുറെ മോത്തക്കണ്ടിരുന്നു. അങ്ങനെ ഇപ്പൊ കുഞ്ഞാക്ക പറഞ്ഞു ഇജ്ജ് ഒരു കാര്യം ചെയ്യും, ഇജ്ജ് പെരേക്ക് പോയിക്കോ, എനിക്ക് നഷ്ടാണ് എന്നാലും വേണ്ടില്ലേ പോയിക്കോന്ന്. ഞാൻ വിട്ടുകൊടുക്കുക. ഞാൻ പറയും മര്യാദക്ക് ചോറും കൂട്ടാനൊക്കെ തന്നോളി, എനിക്ക് പണിയത്തെ കായും തരണോ. അങ്ങനെ ഒരു ചോറൊക്കെ തന്ന് മീൻ പൊരിച്ച തന്നില്ല. അതെനിക്ക് തരാൻ പറ്റിയത് ആൾക്കാർക്ക് കൊടുക്കാണ്ടാണ്. ഞാൻ പറയും നിങ്ങള് വാത്താനൊന്നും പറയണ്ട, ഞാനൊരാളെന്നെയാണ്, എനിക്ക് മീൻ പൊരിച്ചത് വേണമെന്ന്. അങ്ങനെ അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു എങ്ങനെയും വണ്ടിയും വലിയ ഒഴിവാക്കി മീൻ കൊടുത്താളേന്ന് ഒക്കെ ഞാൻ കേക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് പറയാനൊക്കെ ഒരു മീൻ പൊരിച്ചത് തന്നു. ഒരാളിന്റെ ഒപ്പം ചോറ് വെച്ചിരുന്നു. ഓനക്ക് ഭയങ്കര ഡിമാൻഡ്. ഓന് ഇന്നൊരു മുണ്ടണൊന്നുമില്ല. അവിടെ ഹോട്ടലിലേക്ക് വന്ന ആളല്ലേ. അപ്പൊ കുറച്ച് ചാറ് കൊടുന്ന് വെച്ചു. ഞാൻ കയ്യിലിട്ടൊന്ന് കുടിച്ചു നോക്കി. ഒറ്റക്ക് കുടിക്കണ്ടായിരുന്നു. അപ്പൊ തന്നെ ഓനക്ക് ദേഷ്യം വന്ന്. അങ്ങനെ കുഞ്ഞാക്ക എന്നോട് പറഞ്ഞു എനിക്ക് കായ് ഒന്നുമില്ല, വേം പോടാന്ന് എന്നെ മണ്ടിച്ച്. വിട്ടുകൊടുത്തില്ല. ഞാൻ പറയും കായ് ഇല്ലാതെ പോവൂല. എന്നാ 50 കൊണ്ടുപോയിക്കുവാന്ന്. ഞാൻ പറഞ്ഞ 50 പറ്റൂലൊക്കെ 10 രൂപ മതിയെന്ന് പറഞ്ഞു. 10 രൂപ തരണം, 50 പറ്റൂല. അങ്ങനെ 10 രൂപ തന്ന്. അത് ഞാൻ വരുമ്പോ അവിടെ ലേസും മേടിച്ച് തോന്നി. അതിന്റെ പോന്ന് കുഞ്ഞാക്കാനെ കടയ്ക്കാൻ പോകും. കൊറേ വൃത്തിയായിട്ട് വിളിക്കൂല. അതിന്റെ വയറൊക്കെ നിറഞ്ഞിരിക്കണു. എന്നിട്ടിപ്പോ ഇന്ന് വരാന്ന് ചോറ് വേണ്ടല്ല. ഇനി വേണ്ട നടക്കാനും കൂടി വെച്ച അവിടുത്തെ. അപ്പൊ ഞാൻ ദേശത്ത് ഞാൻ ചോറും അതും ഇതൊക്കെ 8 മണിണ്ടാവൂലേ. രാവിലെ പോയതാ? രാവിലെ വിളിച്ചോണ്ടായതല്ലടാ. രാവിലെ അറിഞ്ഞിട്ട് 10 രൂപ അന്ന്. 10 രൂപ അവന്ന് വരുമ്പോ ലേസും മേടിച്ചു. 3 ചോദിച്ചു 2 തരുവോള് പറഞ്ഞു. ഇമ്മ എന്താ പറഞ്ഞേച്ചി?
ഉമ്മ ഇവിടെ നിന്നിട്ട് അങ്ങോട്ടും കൊണ്ട് തെക്കോട്ട് നടക്കണ്ട പറഞ്ഞിട്ടേ ആ എന്തിനും പണി ആയിക്കോട്ടെ പറഞ്ഞയച്ചാണ് അത് ശരി അതിങ്ങനെയാ ഉമ്മാക്ക് അറിയില്ലല്ലോ പക്ഷങ്ങളൊക്കെ ഇങ്ങനത്തെ ആൾക്കാരാന്നുള്ളത് ഇമ്മാനോട് പോയി പറയണം ആ ഇമ്മാനോട് പോയി പറഞ്ഞെങ്കിൽ ഇമ്മ 4 കൊടുക്കും ചീത്ത പറഞ്ഞു ആ എനക്ക് അറിയായിട്ടാണ് എന്റെ ഉമ്മാന്റെ സ്വഭാവം ഉമ്മാനോട് വേഗം ചെന്ന് പറഞ്ഞാളെ ഇനിയിപ്പോ ഉമ്മാണ്ട് വരും ഇനി ഉമ്മാനോട് പറഞ്ഞാലാണ്ട് ഞാൻ ചെല്ലോ പോട്ടടാ ഏ കയ്യിലാണ് ഞാൻ പോയിന്നാ ആ എന്നാ ഇനി പെര ഭക്ഷണില്ല എവിടക്ക പോണെങ്കി ഈ പോക്ക് ഞാനേ ആ പെരേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോവാച്ചിട്ട് ഉമ്മ അവിടെ ഇല്ലല്ലോ ആ അപ്പൊ തിന്നതൊക്കെ ഒന്ന് തേക്കാൻ വേണ്ടിട്ട് നടക്കോ രണ്ട് നടത്തം നടക്കട്ടെ ആ എന്നായിക്കോട്ടെ ആ